ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വളരെ ശക്തമായൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുള്ള ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. വളരെ പ്രയാസമുള്ള ചില വിഷയങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കും. ആ ദൂത് കർത്താവ് നമ്മളോട് പറയുന്നത് ഒരാശ്വാസവാക്കോ ഭംഗിവാക്കോ ആയിട്ടല്ല, അത് നടക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. നമുക്കെല്ലാവർക്കും ആ വാക്കുകൾക്ക് കാതോർക്കാം. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. ശ്രദ്ധിച്ചേ, വിശുദ്ധ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-10 വചനങ്ങൾ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 9-10 വചനങ്ങൾ. ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം, ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചോദിച്ചോളാൻ പറയും. ഞാനത് തരാം. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് ചോദിക്കുന്നത് കത്തെഴുതിയല്ല, ഫോൺ ചെയ്തല്ല. ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമ്മൾ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്ന ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്കുകൂടെ ഞാൻ എന്നോട് ചേർത്ത് പറയാം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം, ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ ചോദ്യം ഏലിയാവെന്ന പഴയ നിയമത്തിലെ വലിയൊരു പ്രവാചകൻ തൻ്റെ ശുശ്രൂഷയുടെ അനന്തരാവകാശം കൈമാറാൻ തുടങ്ങുന്ന എലീശ എന്ന തൻ്റെ ശിഷ്യനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ എലീശ എന്ന മനുഷ്യൻ തൻ്റെ ഗുരുവിനോട് പറഞ്ഞ വാക്കാണ് ഇനി ഞാൻ വായിക്കുന്നത്. എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവെന്ന് പറയുന്ന ദൈവദാസൻ എലീശായോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. സാധാരണപ്പെട്ട കാര്യങ്ങൾ, സിമ്പിളായിട്ട് നടക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡായ ചില കാര്യങ്ങൾ, ഇമ്പോസിബിൾ, കേൾക്കുന്ന ആരും പറയും ഇത് നടക്കില്ല. പ്രാർത്ഥിക്കുന്നവർ പോലും പറയും ഇതൊക്കെ അസാധ്യമാണ്, നിങ്ങളത് വിട്. എന്നാൽ ഈ രീതിയിൽ മറ്റു പലരും തങ്ങളുടെ മുൻപിൽ വരുന്ന വിഷയത്തിൻ്റെ വ്യാകുല്യത നിമിത്തം ഇതൊന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്ന രീതിയിൽ എഴുതി തള്ളുന്ന ചില വലിയ കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ യാഥാർത്ഥ്യമാക്കുന്നൊരു ദൈവപ്രവൃത്തി ഇന്ന് സംഭവിക്കും. ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ പ്രയാസമേറിയതെന്ന നിലയിൽ നിങ്ങൾ കരുതുന്ന ചിലതിനെ ദൈവം യാഥാർത്ഥ്യമാക്കാൻ പോവുക. നിൻ്റെ ലൈഫിലെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയത്തോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ദൈവം ഇത് നിനക്ക് യാഥാർത്ഥ്യമാക്കും. ഇതിൻ്റെ പരിഹാരം കർത്താവ് നിനക്ക് യാഥാർത്ഥ്യമാക്കും. ഈ വിഷയത്തിൻ്റെ മേലുള്ള ഭാരം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എടുത്ത് മാറ്റും. ഈ കാരണത്തിൻ്റെ പേരിലുള്ള ഉറക്കമില്ലായ്മ പരിശുദ്ധാത്മാവ് സോൾവ് ചെയ്യും. ഇതിൻ്റെ പേരിൽ വീട്ടിൽ നടക്കുന്ന വഴക്ക് കർത്താവ് എടുത്തു മാറ്റും. കാരണം ഒരു പ്രശ്നത്തിൻ്റെ വേര് പൊട്ടുന്നു. ഞാൻ ഈ പറയുന്ന സമയത്ത് കർത്താവിനെ ഈ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി അങ്കമാലി എന്നുള്ള ദേശീയ പാതയുണ്ടല്ലോ, ആ മേഖലയിലേക്ക് പെട്ടെന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ആ ഒരു പ്രദേശത്ത് തൃശ്ശൂർ മുതൽ ഇങ്ങ് ഈ അങ്കമാലി വരെയുള്ളതായ പ്രദേശത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ദൈവാലോചന കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ചിലത് എടുത്തു മാറ്റപ്പെടുന്നത് പോലെ ഒരു ദൈവിക വിടുതൽ ആ പ്രദേശത്ത് ഇപ്പം എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയുടെ മേൽ ദൈവം ചെയ്യുകയാണ്. ഒരു ടെസ്റ്റ് മണി വരാൻ അതിൻ്റെ തിടുക്കമായിരിക്കുന്നു. അത് പിറക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ഒരു സ്ത്രീക്ക് പ്രസവിക്കുവാനുള്ള നാഴിക പോലെ ഒരു ദൈവപ്രവൃത്തിക്ക് പിറക്കുവാനുള്ള നേരമായിരിക്കുന്നു. സോ നിങ്ങളുടെ ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴെൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആ ദൈവിക വിടുതൽ നടക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഇത് സാക്ഷ്യമായി വരുന്നു. ആമേൻ. പ്രയാസം, കാഠിന്യമേറിയ വിഷയം ദൈവം അത് സോൾവ് ചെയ്യുന്നു. തീർന്നില്ല കേട്ടോ. ദൈവം ചില വിഷയങ്ങളെ പരിഹരിക്കാൻ നേരം ആളെ കൂട്ടിക്കോ, യന്ത്രങ്ങൾ കൊണ്ടുപോവാ, അതുകൊണ്ടുപോയി, ഇതൊന്നുമല്ല പലപ്പോഴും നമ്മളോട് പറയുന്നത്. ദൈവം ചില കാര്യങ്ങളെ ക്ലിയർ ചെയ്യാൻ നേരം നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് കാണുക എന്നാണ്. കാണുക. എങ്ങനെ കാണും? കഴിഞ്ഞ സാറ്റർഡേ
മിനിസ്ട്രിയുടെ ഒരു സ്പെഷ്യൽ കോൺഫറൻസ് നടന്നു നമ്മുടെ ചർച്ചിൽ വെച്ച്. അപ്പോൾ കുറേയധികം ആൾക്കാർ ആ ഒരു ഗ്യാതറിങ്ങിൽ രജിസ്റ്റർ ചെയ്ത് പ്രയറിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു. നിങ്ങളെ അലട്ടുന്ന പ്രയാസം അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അത് മാറിയതായിട്ട് കാണുക. എന്നിട്ട് അതിൻ്റെ ഫലം റിസൾട്ട് കണ്ടിട്ട് ഇങ്ങനെ പറയുക, കർത്താവേ ഞാനത് കാണുന്നു, ഞാനത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക. എല്ലാവരും അത് ചെയ്തു. എന്തൊരു ഡെലിവറൻസാണ് നടന്നതെന്നറിയാവോ? നമ്മളുടെ കൺമുമ്പിൽ പ്രയാസമേറിയതെന്നുള്ള നിലയിലുള്ള വിഷയം നമുക്ക് വേണ്ടി നടക്കുന്നതായി നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി അളവിൽ വെളിപ്പെടേണ്ട ഒരു ദൈവപ്രവൃത്തിയാണെങ്കിൽ പോലും സ്വർഗം അത് ചെയ്യും എന്നാണ് അടുത്ത വാക്യം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് എലീശ പറയുമ്പോൾ ഏലിയാവ് പറയുന്നു, നീ പ്രയാസമുള്ള കാര്യമാകുമെന്ന് ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. അതാണ് അതിൻ്റെ കീ. അത് നീ കാണുന്നുവെങ്കിൽ നിനക്കതുണ്ടാകും. നല്ലൊരു വീട് നിർമ്മിക്കപ്പെടുന്നത് കണ്ടാൽ അതുണ്ടാകും. ആഗ്രഹിക്കുന്ന ജോലിയിൽ ഇരിക്കുന്നത് കണ്ടാൽ അതുണ്ടാകും. എഴുതി തോറ്റ കാര്യങ്ങളിൽ വിജയം നേടുന്നത് കണ്ടാൽ നീ അജയാളിയായി മാറും. ശൂന്യമായ കൈകളിൽ പണം നിറയുന്നത് കണ്ടാൽ അത് വരും. ദൈവത്താൽ അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്നതായി പ്രാർത്ഥിക്കുന്നവൻ കണ്ടാൽ അവൻ ആ രീതിയിൽ പ്രയോജനപ്പെടും. കാരണം പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം അവധി വച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നില്ല. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. വിഷൻസ് അത് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതാണ്. ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ നടുവിൽ നിൻ്റെ മനസ്സിനകത്ത് നീ കാണുന്ന ചില പിക്ചറുകൾ അത് ഭയങ്കര സാധനങ്ങളാണ്. അതിന് ഭയങ്കരമായ ശക്തിയുണ്ടെന്നാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നത്. നിങ്ങളുടെ പവർ ഓഫ് ഇമാജിനേഷൻ, വിഷ്വലൈസ് ചെയ്യാനുള്ള സ്കില്ല്, ഭാവന ചെയ്യാനുള്ള ശക്തി, അതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ഇത്രയും കാലം പേടിപ്പിക്കുന്ന കാര്യങ്ങളെ ഭാവന കണ്ടവർ, അതായത് 95% കാര്യങ്ങളും പേടിക്കുന്നത് ജീവിതത്തിൽ ഇല്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചാലോ ഇങ്ങനെ സംഭവിച്ചാലോ എന്ന് ചുമ്മാ ചിന്തിച്ചു കൂട്ടിയാണ് പലരും ഭയപ്പെടുന്നത്. നോ, നിലവിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടും പതറിയവരോടാണ് ആത്മാവ് പറയുന്നത്, നിർത്തുക, എന്നിട്ട് നടക്കേണ്ട കാര്യത്തെ കാണുക. നടക്കേണ്ട കാര്യത്തെ കാണുക. കുറച്ച് ആഴ്ചകൾക്ക് പുറകിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്നെ ഫോണിൽ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് ഒരു ഫാമിലി. ആ പ്രാർത്ഥിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രെയർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ വ്യക്തിക്ക് മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ശാരീരിക അവസ്ഥയാണുള്ളത്. അന്നേരം ഇവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, വിശേഷങ്ങൾ വിളിച്ചറിയിക്കണം. എന്നിട്ട് അവർ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം, എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങൾ പോലെയുള്ള സംഗതികൾ ഉണ്ടായാൽ മാത്രം തിരിച്ച് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോള് വന്നു. ഈ കോള് വന്നപ്പം പെട്ടെന്ന് ഈ ഫോൺ റിങ് ചെയ്യുന്ന ബ്രദർ എടുത്ത സമയത്ത് തൊട്ടപ്പുറത്തിരുന്ന ലേഡി അവരും അവരുടെ ആ പ്രാർത്ഥനയുടെ മൂടൊക്കെ അങ്ങ് പോയി. കാരണം എന്തു പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്? കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തെങ്കിലും സീരിയസ് ആയിട്ട് ജീവൻ പോകുന്ന പോലെയുള്ള സാഹചര്യങ്ങളുണ്ടായാൽ മാത്രം ഇങ്ങോട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ പ്രയർ ഞങ്ങോട്ട് വിളിച്ചോളാം, അങ്ങനെ പറഞ്ഞാണ് വിളിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് കോള് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പ്രതീക്ഷിക്കുന്നത്? നെഗറ്റീവ് റിസൾട്ട് പറയാൻ വേണ്ടി, ഒരു സങ്കട വാർത്ത പറയാൻ വേണ്ടി വിളിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ആ കോളിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡീവിയേറ്റ് ചെയ്തു. കേൾക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഈ പ്രാർത്ഥനയുടെ മറുപടി ആയിരിക്കുമെന്ന് ഞാൻ കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, പാസ്റ്റർ ഓൾറെഡി അവിടെ ഹീലിംഗ് നടന്നതുകൊണ്ടല്ലേ അവരിപ്പോൾ വിളിച്ചു പറഞ്ഞേ, സന്തോഷ വാർത്ത അവിടെ ഉള്ളതുകൊണ്ടല്ലേ കോള് വന്നേ, അത് നെഗറ്റീവ് ആകാമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് പോസിറ്റീവായി? ഇവിടെയാണ് പ്രാർത്ഥിക്കുന്നവൻ എന്ത് കാണുന്നു എന്നതിൻ്റെ പ്രാധാന്യത, ദൈവ പൈതൽ എന്ത് വിശ്വസിക്കുന്നു എന്നതിൻ്റെ ശക്തി. സോ
നിന്നെ ഭയപ്പെടുത്തുന്ന കോൾ വരുമ്പോൾ ആ ഫോണിന് മേൽ തൊട്ടിട്ട് പറയണം, ഇത് ഗുഡ് ന്യൂസാണ്. നീ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ പറയണം, സന്തോഷമാണ് കേൾക്കാൻ പോകുന്നത്. നോ മാത്രമേ പറയുള്ളൂ എന്നുള്ള ഒരാളുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കാണണം, പതിവിന് വിപരീതമായി നിങ്ങളുടെ അയാൾ യേസ് പറയും. ഇതൊരു ഗുഡൻസ് ആണ്. നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ മേൽ പ്രയാസമുള്ള കാര്യവും വന്നു ഭവിക്കും. എലീശയുടെ മേൽ അഭിഷേകം വന്ന പോലെ ചിലരുടെ മേൽ അനുഗ്രഹങ്ങൾ വരും, ചിലരുടെ വീട്ടിൽ പണം വരും, ചിലരുടെ വീട്ടിൽ സന്തോഷം വരും, ചിലരുടെ വീട്ടിൽ അനുഗ്രഹീത വാർത്തകൾ വരും. ഇന്ന് പലതും ഇമ്പോസിബിൾ എന്ന സ്കെയിലിനകത്ത് കിടക്കുന്ന പലതും ആ ബിന്നിനകത്തു നിന്നും പോസിബിലിറ്റീസിലേക്ക് ദൈവം അതിനെ കൺവേർട്ട് ചെയ്യുന്നൊരു ഡേ ആണിത്. നിങ്ങളുടെ മേലത് സംഭവിക്കാൻ പോവുകയാണ്. നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഉൾക്കൊണ്ടവരുടെ പ്രാർത്ഥനാ സമയമായിട്ട് ഈ പ്രയർ മാറാൻ പോവുകയാണ്. വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രയാസമുള്ള കാര്യം നടക്കാൻ പോകുന്നു. ഓ ജീസസ്, അർത്ഥനാബാര ഹതുനിയ ജഗന്ധന. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ നല്ല പിതാവേ, എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കാണുന്നു 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 കാണുന്നു. ഞാനത് കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. അത് അതുപോലെ തന്നെ ആയിത്തീരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നു. വമ്പൻ തടസ്സങ്ങൾ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു. പാതകൾ തുറക്കപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്കരമായ ദൈവപ്രവൃത്തിയും വിടുതലും കർത്താവ് അയച്ചതിനായിട്ട് സ്തോത്രം. വലിയ സമാധാനം എല്ലാവരിലും നിറഞ്ഞിരിക്കുകയാൽ സ്തോത്രം. ഓ കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയാൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ മേൽ ഈ ദൈവകൃപ നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം ഇവരുടെ പ്രശ്നങ്ങളുടെ മേൽ ചലിക്കട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയാൽ കാര്യങ്ങൾ നടക്കട്ടെ. കർത്താവ് പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കാര്യം നടന്നിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ വാർത്ത കേൾക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം അതിമനോഹരമായിരിക്കും. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ധാരാളമായി ഇന്നത്തെ ദിവസം കൃപ നിങ്ങളുടെ മേൽ വർദ്ധിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ അനുഗ്രഹീതമായ ഫാസ്റ്റിംഗ് പ്രെയർ കോട്ടയത്ത് നടക്കുന്നു. നമ്മുടെ ചർച്ചിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് സമയം. വൈകുന്നേരം മീറ്റിങ്ങുകളില്ല, പകൽ മാത്രമാണ് സെക്ഷനുകളുള്ളത്. സോ എല്ലാവരും വരിക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.